ഞാൻ തന്നെ കൊറേ നേരമായി വിളിക്കുന്നു, ഫോൺ എടുക്കാനല്ല ഇത്ര ലേറ്റ്. പറ്റണ്ടേ? നിന്നെ കാണാതെ കുറേയല്ലേ, നിന്നെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ ഇപ്പൊ. കല്യാണം കഴിഞ്ഞോടുകൂടി നാടെല്ലാം വിട്ടാ? എന്താ കല്യാണം കഴിഞ്ഞ പിന്നെ അന്നിരുന്ന് ഉറങ്ങാൻ സമ്മതിക്കേണ്ടിയാണ്. എപ്പോ ഞാൻ ഒരുമിച്ച് തന്നെ പോകും. ഇയാള് മറ്റേ എന്താ പറയണ്ടേ, കളിയോട് കളിയാണ്. ഒരു ദിവസം 2, 3 മടുത്തു തുടങ്ങി കേട്ടോ. ആദ്യം നല്ല ഒരു ഇതുണ്ടായിരുന്നു. ആദ്യത്തെ മാസം 2000, 3000 ഇത് പ്രശ്നമില്ല. പിന്നെ 2, 3 മുഖം ഇയാൾ കളിക്കുന്ന പരിപാടി. എനിക്ക് മതിയായ ആദ്യത്തെ കുറച്ച് നാള് നല്ല ഇതായിട്ട് പോയി. എപ്പോ ഉണ്ടാവുന്നില്ലേ, പിന്നെ ആർക്കായാലും മടുക്കൂലേ? മടുത്തല്ലേ? ചെറുതായിട്ട് പറഞ്ഞതാ. ഒരു ദിവസം 2, 3 പറഞ്ഞത് ഞാനെന്നാ ചെയ്യുന്നത്? അപ്പൊ താഴണ്ടേ? എല്ലാം മുമ്പ് നമ്മളെപ്പോങ്കിലും ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ആവേശമാണല്ലോ. നല്ല ആരോഗ്യം, തടിയും ഞാൻ പറഞ്ഞത്, മുമ്പ് നമ്മളെ ഇടന്ന് കൊടിഞ്ഞും പാത്തൊക്കെ ഇങ്ങനെ ഒറ്റക്ക് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ആവേശമല്ലേന്നു. ഇപ്പം പിന്നെ ഒരേ ഐറ്റം തന്നെയല്ലേ ഇയാൾ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? പറഞ്ഞുകൂടെ ചെറിയ മാറ്റമെല്ലാം വരുത്തണോ? അങ്ങേക്ക് കളിച്ച് അങ്ങേരൊന്ന് വിചാരിച്ച നടക്കണം. മാറ്റം വേണം. അതില് മറ്റേ വേറെ ഐറ്റം ഉണ്ടോ? ഒന്നുമില്ല. എനിക്ക് പറഞ്ഞു കൊടുത്തൂടെ വേറെ ഐറ്റം ചെയ്യണോ? ഇങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് തന്നെയാ? വേറെ ഒന്നും അറിയില്ലേ? അറിയായിട്ടൊന്നും ആയിരിക്കില്ല. എന്നോ അറിയുന്ന നമുക്കറിയില്ല. അത് മാത്രമേ വിചാരമുള്ളൂ ഇപ്പൊ. എനിക്ക് പറഞ്ഞൂടെ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണം. ജോലിക്കൊന്നും പോകുന്നില്ലെന്ന്. പണിക്കും പോക്കില്ലേ? ഇല്ല, അതല്ലേ രസം. 3 മാസമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല. വീട്ടിൽ നിന്ന് വേറെ ആരോന്നും പറയൂലേ? പിന്നെ വീട്ടില് പിന്നെ ജോലി ഇയാള് അതന്നെ അന്നെ സമ്മതിക്കൊന്നുമില്ല. എനിക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. ഒട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അപ്പൊ നല്ല പൈസ ഉണ്ടാവില്ലേ? കൂട്ട കാശായിരിക്കും. കൂട്ട കാശല്ല. പണിക്കൊന്നും പോകാണ്ട് വീട്ടിലിരുന്നിട്ട് ഒരേ കളി തന്നെയാ. ഇങ്ങനെ ഉണ്ടാവാള് അതാ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു മനുഷ്യനായാലേ ഒരു മടുപ്പുണ്ടാവില്ല. അത് സ്ഥിരം ആകുമ്പോല്ലേ അതുണ്ടോ ഇല്ലേന്ന് അറിയുള്ളൂ. എനിക്ക് മടുത്തോലെ ചിലപ്പോ അയാൾക്ക് മടുക്കുന്നുണ്ടാവൂല. മടുപ്പില്ലാന്ന് രാത്രിയുണ്ട്. പിന്നെ കുറച്ച് ഒരു ചായ കുടിയെല്ലാം ഒരു ഐറ്റം വേണം. അത് വേണം. അത് കഴിഞ്ഞ് ഉച്ചക്ക് ചോറ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പം വേണം. എനിക്കിപ്പോ കിടക്കാൻ തന്നെ പേടി. അത് ശരി. എല്ലാം എനിക്ക് പറഞ്ഞുകൂടെ? അത് നേരത്തിന്റെ ഒരു സ്വഭാവമാണ്. പറഞ്ഞാലൊന്നും ഒരു ഇതില്ല, മൈൻഡില്ല. അതുകൊണ്ട് എങ്ങനെ പരിപാടി നല്ല സൂപ്പറാകും. വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല. വീട്ടിൽ പോകാന്ന് പറഞ്ഞാല് അതിന് പുറത്തിറങ്ങാൻ തന്നെ സമ്മതിക്കുന്നു. അതിനെ കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടൊന്നും പുറത്തു വരെ പോയിട്ടില്ല. ഇതെന്നെ പരിപാടി. ഇങ്ങോട്ടും പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ നിന്നെ ഈ ഭാഗത്ത് കാണുന്നേ ഇല്ല. നീ
വന്നിട്ടാകുമ്പോ ഒന്ന് നേര് കാണാലോ എന്ന് ഉദ്ദേശിച്ചാ ഞാനിങ്ങനെ നിൽക്കുന്നു. എനിക്കാണെന്നൊന്നും എനിക്ക് തോന്നില്ല. മടുത്തല്ലേ? എനിക്കെല്ലാം മടുത്തല്ലേ? എനിക്ക് നടത്തിട്ടില്ല. എനിക്ക് പുറത്തിറങ്ങാൻ സമയം വേണ്ടേ? എനിക്ക് പുറത്തിറങ്ങാൻ സമയം വേണ്ടേ? ആലോ 2 നിനക്ക് വീട്ടിൽ പോയി നിക്കണം എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നീ നിക്കായെന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. ഇല്ല, ആ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇല്ലല്ലോ. ഞാനിടക്ക് നിന്റെ അമ്മേനെ കണ്ടേരം ചോദിച്ചേരം പറഞ്ഞ് ഓക്കാടെ നല്ല സുഖം, അപ്പൊ ഇനി വരുത്തേ ഇല്ല എന്ന് പറഞ്ഞു. അതെ, അടുത്ത സുഖം തന്നെ ഇങ്ങനെയുള്ള സുഖം. വേറെ ഓരോരോ മക്കളും പെണ്ണുങ്ങൾക്കെല്ലാം ഇത് കിട്ടാനിട്ടുള്ളത് എനിക്കിത് അധികം. 2 ആള് പോകുന്നുണ്ട്, അവര് വിചാരിക്കൂടെ ഞാനാരോടെ ഇങ്ങനെ സംസാരിക്കുന്നത്. കല്യാണം എന്നും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കിട്ടാ മനസ്സിലാവട്ടെ. നീ എന്ന് വിചാരിച്ചത് കല്യാണം എന്ന് പറഞ്ഞാല്, കല്യാണം എന്ന് പറഞ്ഞാല് കളിക്കാനെ ഒരു എഗ്രിമെന്റിൽ ഒപ്പിടലാം, അതറിയില്ല. ഇത് ഭയങ്കര എഗ്രിമെന്റ്. അതെ, അല്ല ഞാൻ ചോദിച്ചത്, എനിക്കിത് പലതും ഒരു കംപ്ലൈന്റ് പറയാനൊന്നും പറ്റില്ലല്ലോ. ഇത് ആരോട് പോയി പറയേ? ഇത് പറയാൻ പറ്റുമോ? പറഞ്ഞാല് എല്ലാരും കൂടിപ്പോയിട്ടാണ്. ശരിയാണ്, കാരണം ഇത് കിട്ടാതെ പോലെ എത്ര ആൾക്കാരുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് പോലും ശരിക്കും നടക്കാതെ. എനിക്ക് അധികമായിട്ട് തന്നെയാണ്. എല്ലാ പക്ഷെ പണിക്ക് അയാള് ജോലിക്ക് പോകണെങ്കിലാണോ ജീവിക്കുവോ? അങ്ങനെ പറയുന്നത് ഞാൻ കുറച്ച് മാസം ലീവ് എടുത്തതാണ്. ഞാൻ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മടുക്കുമ്പോ പോയി. ഇനി ഇയാള് പണിക്കേ പോകണ്ട ഇപ്പൊ, അല്ലെങ്കിൽ പിന്നെ ഇയാള് പണിക്കേ പോകാണ്ട് ഇപ്പോ, അല്ലെ പണിക്ക് പോയാ പിന്നെ ഈ പരിപാടി നിർത്തി കളയാണ്. അങ്ങനെ പോയിട്ട് ഇങ്ങോട്ടെന്നെ വരുന്ന എനിക്ക് പണിക്ക് പോയെടുക്കുന്നു. അതിന് മാത്രം ഇതെങ്ങനെയാണോ ദിവസം നീ പറഞ്ഞ 2, 3, 4 ഉണ്ടാകുന്നത്? ഇത് മാത്രമാണ് ജീവിതം. രാത്രി ദിവസം ഉള്ളത് പോട്ടെ, അത് പകലായാലും ഇരുന്ന് കളിക്കലാണ് അല്ലേ? ഇപ്പൊ കളിച്ച് കളിച്ച് അനക്ക് മടുത്ത്. അപ്പൊ കളിയൊന്ന് മാറ്റി പഠിക്കാൻ പോകാം. ഒരേപോലെ തന്നെ കളിക്കാണ്ട് കളി ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് കളിയൊന്ന് മാറ്റി പിടിക്കും, നേരം മടുപ്പില്ലാണ്ട് പോകൂലേ? എനിക്ക് മാറ്റി പിടിക്കാനൊന്നും ഇല്ല. ഇത് മാറ്റി പിടിക്കാനൊന്നും പറയാൻ പറ്റൂല. പിന്നെ അതായിരിക്കും കുറച്ച് ദിവസം. പിന്നെ ഇങ്ങനെ തന്നെയാണ് വേറെന്നാണ്. എല്ലാം തന്നെ ഉഷാറായിട്ട് ജീവിച്ചു. ഇത് ഇങ്ങനെ ആയതന്നെ നിന്റെ ഭാഗ്യോ, എനിക്ക് കിട്ടുന്നില്ലേ? ഇങ്ങനെയെങ്കിലും കിട്ടുന്നില്ല. അപ്പൊ നീ ഇങ്ങോട്ടൊന്നും ഇപ്പൊന്നും വരൂല അല്ലെ? നമ്മളെ കയ്യിലും പട്ടിണി തന്നെ. എന്നെ പ്രതീക്ഷിക്കണ്ട. അത് ഇറക്കി അറിയാൻ പറ്റും. ഇങ്ങനെയായിട്ട് നിന്റെ കല്യാണം കഴിയണ്ടേ? കല്യാണം കഴിഞ്ഞത് ഇപ്പോ അതായി. അല്ല, ഇനി എന്നെ പ്രതീക്ഷിക്കണ്ട കേട്ടാ. ശരിക്കും വീട്ടിലൊന്നാലും എനക്കും അടുത്ത് നമുക്കൊന്ന് നമ്മളെ ഒരു പഴയ ബന്ധമൊന്ന് പുതുക്കണ്ടേ? അല്ലെ മറന്നു പോകൂലേ? കാണുന്നൊന്നും ഇനിയില്ല. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇതിന് മുന്നേ നമ്മള് കളിച്ചതാണെന്നൊന്നും അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. അതേലും പോയിട്ട് നീ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പറയാ, അതൊന്നും പെട്ടെന്ന് മനസ്സിലാവൂലായിരിക്കും അല്ലേ? മനസ്സിലായിട്ടില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടേ കൊണ്ടേരം ആദ്യത്തെ ദിവസം. പക്ഷേ എനക്കറിയുന്നില്ലല്ലോ ഇത് മറ്റേ എന്തോ അസുഖമാണ്. എങ്ങനെ സൈസ് ഉഷാറാ? എങ്ങനെ ഉഷാറന്നെ? നല്ല ഉഷാറാ.
ആദ്യം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ മതിയായല്ലേ. പിന്നെയാണ് എനിക്ക് പിന്നെ ഒരു അധികമായാലും അമ്പതും വിഷം എന്ന് പറയുന്നത് അധികമാകുമ്പോ ആർക്കും ഇഷ്ടമാവും. നമുക്ക് ഇതൊരു അധികവും ഇല്ല കിട്ടുന്നുമില്ല. നീ പോയാൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു സംഗതി നടക്കുന്ന അതുമില്ല ഉണ്ടായി. കല്യാണം വെച്ച് എവിടെയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോ കിട്ടാനാ കല്യാണം കൂടെ ഇഷ്ടമുള്ള പരിപാടി കിട്ടാനല്ലോ. നീ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകണം. അല്ല നമ്മക്ക് ഇങ്ങനെ സൈഡിൽ കൂടി അങ്ങ് പോയാൽ മതി. എന്നാ ശരി, ഓക്കെ. നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. വരാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ.